പ്രവർത്തകരും ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. തൃശ്ശൂർ ജില്ലക്ക് ഇതൊരു മുൻ എന്താ പറയാ അത്രയും ഹെവി പറയാനൊന്നുമില്ല ഞങ്ങൾക്ക്. അത്രയും ഞങ്ങളുടെ മനസ്സിനെ ശരിക്കും കവർന്നെടുത്തു തൃശ്ശൂരങ്ങാടി. തൃശ്ശൂർക്കാർക്ക് 1000 നന്ദി. തൃശ്ശൂർക്കാർ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തതാണ്. ഞങ്ങൾ നീണ്ടകാല ആഗ്രഹങ്ങൾ ഇപ്പൊ കിട്ടി. ഇത് മുന്നോട്ട് പോകും. ഇനി മേലൊക്കെ കേരളം ഒട്ടാകെ വരും. അത് ഉറപ്പാണ്. ഇതൊരു സാമ്പിൾ കേട്ട ചേട്ടൻ പല സാമ്പിൾ കേട്ടിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ നമ്മൾ കേരളം നന്നാവാൻ വേണ്ടി ഒരു ഭാവിക്ക് വേണ്ടി ഒരു നല്ല കാര്യം കൂടിയാണ്. സ്വതന്ത്രമായ ഒരു അഴിമതിയെ നമ്മൾ ഇവിടെ വരുത്തിയിരിക്കും. അഴിമതി കേരളത്തിലില്ല. അത് നമ്മൾ വരുത്തിയിരിക്കും. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പണ്ട് മുതലേ ഒരുപാട് പരിഹരിച്ച് അവർക്കൊക്കെ എതിരെയുള്ള ഒരു മറുപടിയല്ലേ? അവർക്കിതൊരു മറുപടിയല്ല. അതായത് മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണങ്ങളാണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ പോയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യമായാലും UDF കാര്യങ്ങളൊക്കെ കയറിയാണ്. ഇത് കയറിയപ്പോഴായാലും ഇവിടെ ഒരു എന്താ പറയുക ഒരു വികസനം മറ്റുള്ള കാര്യങ്ങളോ ഇന്ന് വരേക്കും ഉണ്ടായിട്ടില്ല. ഒരു സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവസരം നൽകുക. എനിക്കൊരു അവസരം എന്തായോ അതായത് ജനങ്ങൾ അത്ര ചിന്തിച്ചിട്ടുള്ളൂ. അതായത് ഇത്രയും മാറി ഭരിച്ചിട്ടും എല്ലാവർക്കും ഇപ്പൊ LDF വന്നു കഴിഞ്ഞാൽ UDF വന്നു കഴിഞ്ഞാൽ LDF. ഇത് ഈ ഭരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം ഇത് മാത്രമാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞുള്ളൂ. എനിക്കും ഒരു ചാൻസ് ആയോ, എനിക്കൊരു ഇതായോ. അത് നല്ല രീതിയിൽ സുരേഷ് ഏട്ടൻ അത് സുരേഷ് ഏട്ടനല്ല, ജനങ്ങളുടെ മനസ്സിൽ സുരേഷ് ഏട്ടൻ എന്നുണ്ട്. അത് കാരണം കൊണ്ട് അത് സുരേഷ് ഏട്ടന് നല്ലൊരു വോട്ടായിട്ട് അത് മാറി. അത് അത്രയും നല്ല രീതിയിൽ സുരേഷ് ഏട്ടൻ തൃശ്ശൂരിനെ നല്ല രീതിയിൽ നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല, ഞങ്ങളുടെ ഉറപ്പും കൂടിയാണ്.